ഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, അപ്പോൾ അവരെങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് വരുന്നുണ്ടോ? പുതിയ ലേബർ കോഡ് വന്നപ്പോൾ ഏറ്റവും വിപ്ലവകരമായ മാറ്റം വന്നിട്ടുള്ളത് ഈ പറഞ്ഞ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കാണ്. അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ്. കാരണം നേരത്തെ ഇങ്ങനെ ഒരു വർക്ക് ജോലി ചെയ്യുന്ന ആളുകളെ ഒരു സ്ഥലത്തും പരിരക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു ഫണ്ട് രൂപീകരിക്കാനായിട്ടാണ് ഈ ലേബർ കോഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലെ ഡെലിവറി ബോയ്സിനൊക്കെ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ആളുകൾക്ക് ലേബർ കോഡ് പ്രകാരം ഒരു രജിസ്ട്രേഷൻ എടുത്ത് ഈ പരിരക്ഷ നേടാവുന്നതാണ്. അപ്പോൾ ഈ സ്വിഗ്ഗി സൊമാറ്റോ പ്ലാറ്റ്ഫോം കമ്പനികൾ അല്ലെങ്കിൽ ഓൺലൈൻ കമ്പനികൾ ഒരു 1% മുതൽ 2% വരെ അവരുടെ ടേൺ ഓവറിന്റെ ഒരു വിഹിതം ഈ പറഞ്ഞ ഫണ്ടിലേക്ക് അടച്ച് അതിൽ നിന്ന് ഈ പറഞ്ഞ ഈ ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ആളുകൾക്ക് ഒരു നിയമത്തിന്റെ പരിരക്ഷയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾ കൊടുക്കാനായിട്ടാണ് ഗവൺമെന്റ് ഈ ലേബർ കോഡിലൂടെ വരുന്നത്. അപ്പോൾ ഒരു വലിയൊരു ജനവിഭാഗം കോവിഡിന് ശേഷം ഈ പറഞ്ഞ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഇങ്ങനെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി, അതായത് ESIയോ ESIയുടെ പരിധിയോ അല്ലെങ്കിൽ ESI PF അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഫണ്ട് രൂപീകരിക്കുന്നതിലൂടെ അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇവരുടെ ക്ഷേമത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൽ ഏറ്റവും വിപ്ലവകരമായ ഒരു മാറ്റമായിട്ട് ലേബർ കോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന വളരെ ലിബറലായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും ഈ സമൂഹത്തിന്റെ സുരക്ഷാ സംവിധാനത്തിലേക്ക് കടന്നു വരികയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അസംഘടിത മേഖലയിലുള്ള ആളുകൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു പരിരക്ഷ കിട്ടാറില്ല. അപ്പൊ അത് വലിയൊരു വിപ്ലവകരമായ ഒരു മാറ്റമായിട്ടാണ് എനിക്കതിന് തോന്നിയിട്ടുള്ളത്.